പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബു ചാടിപ്പോയ സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്ന വാർത്ത വരുന്നുണ്ട്. റൂറൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ സീനിയർ CPO ജിജിൻ, CPO ഷിനിൽ എന്നിവർക്കെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, പറയൂ, വിശദാംശങ്ങൾ എന്താണ്? GK 40ഓളം മോഷണ കേസുകളിൽ പ്രതിയായിട്ടുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് തീവെട്ടി ബാബു ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഈ പയ്യന്നൂരിലെ ഒരു കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് തീവെട്ടി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് റിമാൻഡ് നടപടിക്കിടെ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ തീവെട്ടി ബാബുവിനെ പ്രവേശിപ്പിച്ചത്. അവിടെ നിന്നാണ് ഇന്നലെ രാവിലെ പോലീസിൻ്റെയും അതോടൊപ്പം ആശുപത്രി ജീവനക്കാരുടെയും കണ്ണു വെട്ടിച്ചുകൊണ്ട് ഈ ബാബു രക്ഷപ്പെട്ടത്. അതിനുശേഷം 4 മണിക്കൂറിനകം തന്നെ പോലീസിന് ഇയാളെ പിടികൂടാൻ സാധിച്ചു. പരിയാരം എംബേറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പിടികൂടാൻ സാധിച്ചു. പക്ഷേ ഇതിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റൂറൽ ഹെഡ്ക്വാർട്ടേഴ്സിലെ 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DYSPക്ക് ഈ കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ചുമതലപ്പെടുത്തിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ഈ ഹെഡ്ക്വാർട്ടേഴ്സിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ തീവെട്ടി ബാബുവിൻ്റെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റൂറൽ SP ഈ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പുറത്തിറക്കിയിട്ടുള്ളത്. ശരി, നമുക്ക് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.